നമസ്തേ. 8/2/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യണം. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും പലരും കമൻ്റായിട്ട് ചോദിക്കുന്നതാണ്, ചിലതിനിങ്ങനെ എപ്പോഴും ദോഷം തന്നെയാണല്ലോ, ചിലതിന് എപ്പോഴും ഗുണദോഷം മാത്രമേ ഉള്ളല്ലോ, ഗുണം കുറവാണല്ലോ എന്നൊക്കെ. ശരിയാണ്. അത് ഒരു രാശി, ഒരു ഗ്രഹത്തിലെ ഒരു രാശിയിലേക്ക് ഒരു ഗ്രഹം മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ കുറച്ച് ദോഷങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ സ്വാധീനമാണ് കൂടുതൽ ആ നാളുകളിൽ വരുന്നെങ്കിൽ അത് ഏതാണ്ട് ഒരു മാസത്തോളം പറയേണ്ടി വരില്ലേ. അപ്പോൾ അത് മനസ്സിലാക്കണം നിങ്ങൾ. ദോഷങ്ങൾ മാറിക്കഴിയുമ്പോൾ ദോഷങ്ങൾ മാറി എന്ന് തന്നെ പറയും. എനിക്ക് പ്രത്യേകിച്ച് ഒരു രാശിയോടും ദോഷമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിലാക്കുക. കമൻറ്റ് ചെയ്യുന്നവരത് മനസ്സിലാക്കിയെങ്കിലും നിങ്ങളുടെ കമൻറ്റിനെ സ്വാഗതം ചെയ്യുന്നു. അത് ആവർത്തനമാണ് എന്ന് തോന്നുന്നത് ശരിയാണ്, പക്ഷേ ആ ആവർത്തനം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്നുകൂടെ മനസ്സിലാക്കുക. കാരണം ആ ഇത് മാറുന്നത് വരെ അത് പറഞ്ഞേ പറ്റൂ, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ അതൊരു ആവർത്തനമായി കരുതേണ്ടതില്ല. ഓരോ ഗ്രഹങ്ങളും അതാത് രാശിയിൽ നിലനിൽക്കുന്ന കാലത്തോളം, പിന്നെ അതിൻ്റെ ബലം ആ രാശിയിൽ കുറയുന്ന കാലത്തോളം, കൂടുന്ന കാലത്തോളമൊക്കെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് വ്യതിയാനം വരാത്ത ദിവസങ്ങൾ അതങ്ങനെ തന്നെ പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. നമുക്ക് വിശദമായിട്ട് നോക്കാം. 8/2/2025 ശനിയാഴ്ച മേടം രാശിക്ക് ശുഭവും, ചിങ്ങം മകരം മീനം രാശിക്ക് മധ്യമവും, കർക്കിടകം കന്നി തുലാം വൃശ്ചികം ധനു രാശിക്ക് ദോഷവും, ഇടവം മിഥുനം കുംഭം രാശികൾക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ്. ആരോഗ്യപരമായി മേന്മയൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. അതേപോലെ ശത്രുദോഷം അല്പം കുറഞ്ഞിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. ബന്ധുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. വാക്കുകളും അനുകൂലമായതുകൊണ്ട് സുഹൃത്തുക്കൾ ഒരു പരിധി വരെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. ജീവിത പങ്കാളിയുമായി ഒരു പരിധിവരെ അനുകൂലമായ നിലപാടുണ്ടാകും. തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അനുകൂലമല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. ഈ ത്വക്ക് രോഗമൊക്കെ ഉള്ളവർ ഈ ദിവസം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം, ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. ഒരു ശരീരത്തിന് എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പ്രയാസം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും. ബന്ധുക്കളിൽ നിന്നും ചില മനപ്രയാസകരമായ പ്രശ്നങ്ങളുണ്ടാകും. സഹോദര സ്ഥാനീയരും അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. ഇവരും ഈ ത്വക്ക് രോഗമുള്ളവരാണെങ്കിൽ, അലർജി സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടവം രാശിക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇത്. ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് സഹോദര സ്ഥാനീയരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ, മനസ്സിന് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. പിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാത്തിനോടും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വാക്കുകൾ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസം കൂടി ആയിരിക്കും അന്ന്. ധനസംബന്ധമായി പല നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണത്. ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ചില സമീപനങ്ങൾ ഉണ്ടായെന്നും വരും.
കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യ നക്ഷത്രം. കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. ശുഭഫലം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കണമെന്ന ഒരു തോന്നൽ, ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിൽ നിന്നൊരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്ന് മനസ്സിനിണങ്ങാത്ത ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ അങ്ങനെയുള്ളവർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ മേന്മയുള്ളതാണ്. ചിങ്ങത്തിന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അനുകൂലമായി വരും. സഹോദര സ്ഥാനീയർ അനുകൂലമായി വരും. ഭൂമി സംബന്ധമായ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്ന ദിവസമാണ്. ജീവിത പങ്കാളിയുമായിട്ട് നല്ല സമീപനങ്ങളൊക്കെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകും. പല സഹകരണങ്ങളും ഉണ്ടാകും, തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റും. എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് ഇവർക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. പിതൃസ്ഥാനീയർ അവരിൽ നിന്ന് ചിലപ്പോൾ ചില മനോവിഷമമൊക്കെ ഉണ്ടാവും. ധനപരമായ കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടും. മക്കൾ സ്ഥാനീയരും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ ഉപയോഗിച്ച് വാഹനമൊക്കെ ഓടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ഇത്. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദിവസമാണ്. വളരെ ചെറിയ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവാധീനമുണ്ട് എന്നുള്ളതുകൊണ്ട് പലതിൽ നിന്നും പോരാൻ കഴിയും. പല ദോഷങ്ങളിൽ നിന്നൊക്കെ പോരും എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി ചെറിയ മേന്മയൊക്കെ ഉണ്ടാകാം. മക്കളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ആത്മവിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒരു ആരോഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടും. നമ്മളിൽ നിന്ന് നമ്മൾ അംഗീകരിക്കണം എന്ന് വിചാരിക്കുന്ന ചില ആളുകളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കില്ല. വാക്കുകൾ മൂലം ചില ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഉണ്ട്. തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കും ദോഷകരം തന്നെയാണ് ഈ ദിവസം. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂല സ്ഥിതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും. ആരോഗ്യപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. അലർജി സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരിൽ നിന്നും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും. സാമ്പത്തികമായ നഷ്ടമൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടം ഉള്ള ദിവസമല്ല. മക്കളുമായിട്ടും അല്പ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളിയുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വൃശ്ചികം രാശിക്കാർക്കും ദോഷം തന്നെയാണ്. വിശാഖം അവസാന കാൽ ഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം. എങ്കിലും ഇവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. കുടുംബത്തിൽ നിന്ന് ഒരു സഹകരണം എല്ലാത്തിനും ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്നാണെങ്കിലും മക്കളിൽ നിന്നാണെങ്കിലും മാതൃപിത സ്ഥാനീകരിൽ നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാകും. എന്നാൽ ചില ആദരവ് ലഭിക്കേണ്ട സ്ഥലത്ത് ലഭിക്കില്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും.
എങ്കിലും അത് തരണം ചെയ്യാൻ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ബന്ധുക്കളിൽ നിന്നും അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ ഇവർക്ക് വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളിൽ നിന്ന്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിയിൽ ജനിച്ചവർക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. തൊഴിൽ രംഗത്ത് ചെറിയ മേന്മയുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണകരമായ അവസ്ഥ ഉണ്ടാവും. സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. തൊഴിൽ രംഗത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ മനസ്സ് എപ്പോഴും ഒരു മൂടിക്കെട്ടിയതുപോലെ നിലനിൽക്കും. മറ്റുള്ളവരുടെ അംഗീകാരമൊന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും അല്പം മനോവിഷമകരമായ അവസ്ഥ ഉണ്ടാവും. ധനപരമായി ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മക്കൾ സ്ഥാനീയരിൽ നിന്നും അനുകൂലമല്ലാത്ത ചില പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. മനോവിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല, എങ്കിലും ദോഷം ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഇതല്ല. സഹോദര സ്ഥാനീയരും അത്ര അനുകൂലമായിരിക്കില്ല. പിതൃസ്ഥാനീയരുമായിട്ടുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല. കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമായിരിക്കും. മനസ്സിനൊക്കെ വളരെ അസ്വസ്ഥത നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ശരീരത്തിനും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ അവസ്ഥയുണ്ടാവും. എന്നാൽ മക്കൾ സ്ഥാനീയർ അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്തും അത്ര അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഇനി മീനം. പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ കാര്യത്തിനും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. മാതൃപിതൃസ്ഥാനങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നേട്ടങ്ങളുണ്ടാകും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അലർജി രോഗങ്ങളുള്ളവർ, അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് ചികിത്സയിലിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് ഒരു പൊതുവായ ഫലമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ജാതകം നോക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം. ഇത് പൊതുവായ ഫലമായിട്ട് തന്നെ സ്വീകരിക്കണം. പിന്നെ ഒരേ രാശിയിൽ കുറേ നാളുകൾ ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എല്ലാ ദിവസവും ചില ദിവസങ്ങളുടെ ആവർത്തന വ്യവസ്ഥയൊക്കെ തോന്നാം. എങ്കിലും നിങ്ങളത് കണക്ക് കൂട്ടണ്ട. നിങ്ങളുടെ അന്നത്തെ ദിവസം ഈ രീതിയിലായിരിക്കുമെന്നൊരു സൂചന നൽകുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുക. നാമജപമൊക്കെ നടത്തി ഈ ദോഷങ്ങൾ പറയുന്നവർ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് ദോഷവും ഗുണമൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ കൂടുതൽ കുറവുകളെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആയിട്ട് ഇതിനെ നിങ്ങൾ സ്വീകരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.